നിങ്ങൾ ഒരു കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നടന്ന ഒരു കാര്യം പോലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഒരു 5 വയസ്സിന് ശേഷം നടന്ന പല നിമിഷങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാകും. സത്യത്തിൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം നമ്മുടെ വളർച്ചയുടെ പല കാലഘട്ടങ്ങളിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പല കാലഘട്ടങ്ങളിലാണ് പല മാറ്റങ്ങളും വരുന്നത്. നിങ്ങളുടെ ജനനം മുതൽ കുട്ടിക്കാലം വരെയുള്ള ആ കാലയളവ് എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യത്തെ ബർത്ത്ഡേ ഓർമ്മയുണ്ടോ? രണ്ടാമത്തേതോ? ഇതിനൊന്നും സാധ്യതയില്ല. എന്നാൽ 3-ാം വയസ്സ് മുതൽ 7-ാം വയസ്സ് വരെ ചില കാര്യങ്ങളിൽ ഒരു നേരിയ ഓർമ്മ ഉണ്ടായിരിക്കാം. ഇതിനെ ഇൻഫantile അംനീസിയ എന്ന് വിളിക്കാം. ഒരു 40 വയസ്സുള്ള വ്യക്തിക്ക് തന്റെ 20-ാം വയസ്സിൽ നടന്നത് ഓർമ്മയുണ്ടാകും. എന്നാൽ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് തന്റെ 2 വയസ്സിൽ നടന്നത് ഓർത്തെടുക്കാൻ ഒരിക്കലും പറ്റാറില്ല. ഇത് നമുക്ക് വിചിത്രമായി തോന്നും. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് നോക്കാം. ആ പ്രായത്തിൽ സ്ഥിരതയുള്ള ഒരു മെമ്മറി ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് അത് ചിന്തിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുന്നതും. പക്ഷേ ആൻഡ്രൂ മെൽസോഫിന്റെ പഠനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം ഓർത്തുവയ്ക്കാം എന്ന് തെളിയിക്കുകയുണ്ടായി. കുഞ്ഞിനെ ഒരു തൊട്ടിലിൽ കിടത്തി അതിനു മുകളിൽ കളിപ്പാട്ടങ്ങൾ തൂക്കിയിട്ടു. കുട്ടി അതിൽ ചവിട്ടി സന്തോഷിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് ചെയ്തപ്പോൾ കുട്ടി പെട്ടെന്ന് തന്നെ അന്ന് ചെയ്ത കാര്യം വീണ്ടും ചെയ്തു. 2 മാസങ്ങൾക്ക് ശേഷവും 6 മാസങ്ങൾക്ക് ശേഷവും കുട്ടി അത് ആവർത്തിച്ചു. അങ്ങനെ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിക്കും പഠിക്കാനും അത് ഓർത്തുവയ്ക്കാനും പിന്നീട് ഓർത്തെടുക്കാനും കഴിയുമെന്ന് മനസ്സിലായി. പക്ഷേ ആ ഓർമ്മകൾ അധികകാലം നീണ്ടുനിൽക്കുന്നില്ല എന്ന നിഗമനത്തിലേക്ക് എത്തി. അങ്ങനെ പ്രായത്തിനനുസരിച്ച് ബ്രെയിനിൽ എന്തൊക്കെ മാറ്റമാണ് വരുന്നത് എന്ന് പഠിക്കാൻ തീരുമാനിച്ചു. പല മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മനുഷ്യരിൽ മാത്രമല്ല, എലി, കുരങ്ങൻ തുടങ്ങിയ പല മൃഗങ്ങളിലും ഇതേ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കുട്ടിയുടെ ബ്രെയിനിന് ഒരു പ്രായപൂർത്തിയായ ഒരാളുടെ ബ്രെയിനിന്റെ 4/1 വലിപ്പമേ ഉണ്ടാകൂ. പിന്നീട് നമ്മുടെ വളർച്ചയുടെ സമയത്താണ് നമ്മുടെ ബ്രെയിൻ പവറിന് ആവശ്യമായ ന്യൂറോണുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ബ്രെയിനിലെ ഒരു പ്രധാന ഭാഗമാണ് ഹിപ്പോകാമ്പസ്. ഇവിടെയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രധാന സംഭവങ്ങൾ എല്ലാം സ്റ്റോർ ചെയ്തു വയ്ക്കുന്നത്. നമ്മൾ ഒരു മുതിർന്ന വ്യക്തിയാകുന്നതുവരെ ഇവിടെ പുതിയ ന്യൂറോണുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രെയിനിൽ ഇത്തരം ഭാഗങ്ങൾ വളരെ അപൂർവമാണ്. ഹിപ്പോകാമ്പസിന്റെ ഒരു ഭാഗമാണ് ടെൻഡേറ്റ് ഗൈറസ്. നമ്മൾ ജനിച്ച് 2-3 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ വലിയ തോതിൽ ന്യൂറോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും. ന്യൂറോണുകൾ എന്നത് നമ്മുടെ ബ്രെയിൻ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവയാണ് നമ്മുടെ ശരീരത്തിനു വേണ്ട തീരുമാനങ്ങൾ എല്ലാം ചിന്തിച്ചെടുക്കുന്നത്. എന്നാൽ നമ്മൾ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നതോടെ ഇതിന്റെ ഉത്പാദനം കുറയും. ന്യൂറോണുകൾ ബ്രെയിനിലെ റോഡുകളും പാലങ്ങളും പോലെയാണ്. ചെറുപ്പത്തിൽ ന്യൂറോണുകളുടെ ഉത്പാദനം കൂടുതലായതിനാലാണ് മറവി ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. പുതിയ ന്യൂറോണുകളുടെ കണക്ഷനുകൾ ഉണ്ടാകുമ്പോൾ പഴയ ഓർമ്മകൾ സ്റ്റോർ ചെയ്തുവച്ച ന്യൂറോണുകൾക്ക് മാറ്റം വരുന്നു എന്നാണ് വിശദീകരണം. ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു പ്രധാന കാലഘട്ടം കുട്ടിക്കാലമാണ്. അതായത് ഒരു കുട്ടി പ്രായപൂർത്തിയാകുന്നത് വരെ. പക്ഷേ പ്രായപൂർത്തിയായ ശേഷവും യൗവനകാലഘട്ടത്തിലും നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. ഇതാണ് നമ്മുടെ സ്വഭാവഘടനയിൽ ആ കാലഘട്ടത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഒരു 50 വയസ്സുള്ള ഒരാളെ എടുത്താൽ അയാൾ തന്റെ 20, 30, 40 വയസ്സിൽ നടന്ന പല ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങൾ ഓർത്തുവയ്ക്കാൻ കഴിയുന്നുണ്ടാകും. കാരണം ആ പ്രായത്തിലെല്ലാം നമ്മൾ ഒരു സെൽഫ് ഇമേജ് കാത്തുസൂക്ഷിക്കുന്നുണ്ടാകും. നമ്മൾ ആ വ്യക്തിയാകാൻ വേണ്ടി ആവശ്യമായ പല ആശയങ്ങളും ജീവിതത്തിൽ വേണ്ടിവരും. അത് രൂപപ്പെടുത്താനാണ് നാം ഈ മെമ്മറികൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്. കുട്ടികളിൽ ഓർമ്മകൾ രൂപപ്പെടുത്തുന്നതിൽ ഭാഷയ്ക്ക് പ്രധാന പങ്കുണ്ട്. ബ്രെയിനിൽ ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ എല്ലാം എളുപ്പം പഠിക്കും. ഒരു ചെറിയ കുട്ടിയെ കടൽ കാണാൻ പോകുകയാണ് എന്ന് അറിയിക്കാതെ കൂടെ കൂട്ടിപ്പോയാൽ ആ കുട്ടി ആ നിമിഷം എങ്ങനെയായിരിക്കും ഓർത്തെടുക്കുക? വെള്ളം, മണൽ, പേടി, സന്തോഷം തുടങ്ങി പല രൂപത്തിലായിരിക്കും ബ്രെയിൻ ഓർത്തുവയ്ക്കുക. എന്നാൽ ബീച്ചിൽ നിന്ന് മടങ്ങിയ ശേഷം ബീച്ച് എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് മനസ്സിലാകും വെള്ളവും തിരമാലകളും മണലും ഉള്ളതാണ് ബീച്ച് എന്ന്. കൂടാതെ കുട്ടികളിൽ ആദ്യത്തെ മെമ്മറി രൂപപ്പെടുന്നത് പല രാജ്യങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലാണ് എന്ന് കോർണേൽ സർവകലാശാല അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ രക്ഷിതാക്കൾ കുട്ടികളോട് പല കഥകൾ പറയുകയും പല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് അവരെ നേരത്തെ ചിന്തിക്കാൻ പ്രാപ്തരാക്കും. അതുകൊണ്ട് 3.5 വയസ്സുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഓർമ്മശക്തി ലഭിക്കും. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ കുട്ടികൾക്ക് അത്രയും ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ കൊടുക്കാറില്ല. അതുകൊണ്ട് ഇവിടെ 4 അതിലധികമോ വർഷങ്ങൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്ന് പഴയ ഓർമ്മകൾ ചികഞ്ഞെടുത്താൽ കിട്ടുന്ന ആദ്യത്തെ ഓർമ്മ എന്താണ് എന്ന് കമന്റ് ബോക്സിൽ പറയൂ.